എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ സൂം ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. സൂം ആപ്ലിക്കേഷൻ ബേസിക് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നമ്മുടെ സൂം ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് തുറന്നു വരിക. അതിൽ ന്യൂ മീറ്റിങ്ങിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മീറ്റിങ്ങിൻ്റെ ഹോസ്റ്റ് ആവും. ഇപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം കണക്റ്റ് ആയിട്ടുണ്ട്. ജോയിൻ വിത്ത് കമ്പ്യൂട്ടർ ഓഡിയോ ചെയ്തു നമ്മൾ. ഇതൊക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. ഇനി ഇതിൽ നമ്മൾ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിലാണെങ്കിൽ കുട്ടികളൊക്കെ നമ്മളുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഈ സെക്യൂരിറ്റി ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ നമ്മളൊരു 9 മണിന്നാണ് നമ്മുടെ ഒരു ക്ലാസ്സിനൊരു ടൈം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു 10 മണിക്ക് ഒരു കുട്ടി വന്ന് ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലോട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലോക്ക് മീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഒരാൾക്ക് നമ്മളുടെ മീറ്റിങ്ങിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ ഷെയർ സ്ക്രീൻ, ചാറ്റ് എന്ന് രണ്ടെണ്ണം ഉണ്ട്. ആ 2 ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാത്രം ഷെയർ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് മാത്രം കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പോൾ നമ്മളുടെ ഫോർമുലാസ് അതുപോലെ തന്നെ ചാർട്ട്സ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മാത്രം അതിൽ എഴുതണോ എന്ന് ഉള്ളതാണ് ആ ഷെയർ സ്ക്രീനിൻ്റെ. അത് നമുക്ക് ചെയ്യാനുള്ള ഒരിതാണ്. ഇനി റീനെയിം ദംസെൽസ്, അത് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ അവർ പെട്ടെന്ന് ഈ അവരുടെ പേരിങ്ങനെ നമ്മുടെ സൂമിൻ്റെ പേരിങ്ങനെ മാറ്റിക്കളിക്കുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അവർ ചെയ്യില്ല, അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ചാറ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ മ്യൂട്ട് ഓൾ, അൺമ്യൂട്ട് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ലത് എപ്പോഴും നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ മ്യൂട്ടാക്കി വെക്കുന്നതാണ്. കാരണം അവർ പെട്ടെന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവരേതൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ മ്യൂട്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇതിലെ മെയിൻ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ ക്ലാസ്സസിൽ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഷെയറിങ്ങിനെ പറ്റിയാണ്. അതിൽ നമ്മൾ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിവിടെ വൈറ്റ് ബോർഡ് ഞാൻ എടുക്കുകയാണ്. വൈറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഡിസേബിൾ പാർട്ടിസിപ്പൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ റൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ST എന്ന് നമ്മൾ റൈറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ റൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഇത് ആർക്ക് വേണമെങ്കിലും ഇതിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് ഒരു കുട്ടി നമ്മൾ റൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 50 പേരെ നമ്മൾ അല്ലെങ്കിൽ ഒരു 20 പേരെ വെച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആരാണ് അത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഷോ നെയിംസ് ഓഫ് അനോട്ടേറ്റേഴ്സ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരാണോ അത് നമ്മുടെ വരയ്ക്കുന്നത് അവരുടെ പേര് അവർ ചെയ്ത ഇതിൻ്റെ കൂടെ നമുക്കിവിടെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ആരാണത് ചെയ്തതെന്നുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് ഇപ്പം ഈ ഷെയറിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ഷെയറിങ് എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്ത് കുട്ടികൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു 20 കുട്ടികളുണ്ട്. അതിൽ 10 കുട്ടികൾ ഒരു ക്ലാസ്സിലും 10 കുട്ടികൾ വേറൊരു ക്ലാസ്സിലും പഠിക്കുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവർ 2 റൂമായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ സൂം മീറ്റിങ്ങിൻ്റെ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൂം മീറ്റിങ്ങിൻ്റെ ഇൻ്റർഫേസിൽ നമ്മളുടെ സൂം മീറ്റിങ്ങിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ മൈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് തുറന്നു വരും.
അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റിങ്സ് എന്നുള്ളത്, റെക്കോർഡിങ്സ് ഉണ്ട്, വെബിനാർസ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മീറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത് ഷെഡ്യൂൾ ചെയ്യാനുള്ളതാണ്. അതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ് നമ്മൾ ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിലെ മീറ്റിംഗ് ഓപ്ഷൻസ് ഇതാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് അഡ്വാൻസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മളുടെ ഹെഡിങ് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ബ്രേക്ക് ഔട്ട് റൂംസ് എന്നാണ്. അപ്പോൾ ബ്രേക്ക് ഔട്ട് റൂംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊരു LKG ഒരു 2-3 കുട്ടികളെ എടുക്കണം, അല്ലെങ്കിൽ ഒരു PSC നമുക്കൊരു കുറച്ച് ടോപ്പിക്സ് ഉള്ള ഒരു കുട്ടികളെ എടുക്കണം. അവർ 2 റൂമിൽ ഇരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓണാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓണാക്കി വെക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി അത് ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മളെ സൂമിൻ്റെ ഇൻ്റർഫേസിൽ നമ്മൾ റിട്ടേൺ ടു മീറ്റിങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷനാണ്, അസൈൻ പാർട്ടിസിപ്പൻസ് ഇൻ ടു റൂം 1 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര കുട്ടികളെ റൂം 1-ലായിട്ടും റൂം 2-ലായിട്ടൊക്കെ നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും റൂമുകൾ. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് റൂം 1 എന്നുള്ളതുണ്ട്, ആഡ് എ റൂം എന്ന് കൊടുത്ത റൂം 2 വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ ഇതിൽ പറ്റും. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ് ഓൺലൈൻ ക്ലാസ്സസിന്, ശരിക്കും ഒരു നല്ല ഫീച്ചറാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഒരേ സമയം ആ 2 കുട്ടികളെയും നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്പൺ ഓൾ റൂം എന്നുള്ളത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമുക്ക് ഒരു റൂമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിലെ മറ്റൊരു ഫീച്ചർ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മളുടെ ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ പ്രൊഫൈൽ വരും. മൈ പ്രൊഫൈലിൽ പോയിട്ട് ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസൊക്കെ സ്കൂളിൽ നടക്കുന്നത് ഒരു 9 മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ 10 മണിക്കാണെങ്കിൽ ഇങ്ങനെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ്സസ് സെക്യൂർ ആയിട്ട് നടത്തുക, അതുപോലെ ബ്രേക്ക് ഔട്ട് റൂംസ്, അതുപോലെ തന്നെ വൈറ്റ് ബോർഡിനെ നമുക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ആ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കൂടുതൽ സൂം ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് സൂം ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.